മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കുറച്ച് ക്ലാസിക് പുസ്തകങ്ങൾ പരിചയപ്പെടാം കേട്ടോ ഇന്ന്. ഡൽഹി എന്ന നഗരത്തിൻ്റെ പച്ചയായ അനുഭവങ്ങൾ തുറന്നു പറയുന്ന എം മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ. കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ തൂക്കുമരങ്ങളുടെയും പെൺകരുത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന ആരാച്ചാർ. തികച്ചും വ്യത്യസ്തമായ ഒരു കഥ പറച്ചിലൂടെ കൊണ്ടുപോകുന്ന ഒരു ദുരൂഹമരണത്തിൻ്റെ കഥ പറയുന്ന മികച്ചൊരു മിസ്റ്ററി ത്രില്ലറായ മഞ്ഞവെയിൽ മരണങ്ങൾ. മലയാള സാഹിത്യത്തെ തന്നെ തിരുത്തി എഴുതിയ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. സംഗീതവും സാഹിത്യവും ജീവിതവും ഒക്കെ എത്രത്തോളം ആഴത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനോഹരമായി വരച്ചു കാട്ടുന്ന അപൂർവമായ ഒരു വായന സമ്മാനിച്ച ഒരു സങ്കീർത്തനം പോലെ. തറവാട്ടു മഹിമകൾ തകർന്നടിയുന്ന കാലഘട്ടത്തിൽ അപ്പുണ്ണി എന്ന ചെറുപ്പക്കാരൻ്റെ പ്രതികാരവും സ്നേഹവുമൊക്കെ പറയുന്ന നാലുകെട്ട്. ഭീമൻ്റെ കണ്ണിലൂടെ മഹാഭാരത കഥയെ മനോഹരമായും ഹൃദയസ്പർശിയായും MT എഴുതിയ രണ്ടാം ഊഴം. ഫ്രഞ്ച് അധിനിവേശക്കാലത്തെ മയ്യഴിയുടെ പശ്ചാത്തലത്തിൽ ദാസൻ്റെയും ചന്ദ്രയുടെയും പ്രണയവും വിപ്ലവവും പറയുന്ന മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മലബാർ പശ്ചാത്തലത്തിൽ പ്രണയവും സൗഹൃദവും അസൂയയും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും തുറന്നുകാട്ടിയ ഉറൂബിൻ്റെ ഉമ്മാച്ചു. സമൂഹത്തോട് പൊരുതി ജീവിക്കേണ്ടി വരുന്ന ഗോവിന്ദൻകുട്ടിയുടെ ആത്മസംഘർഷവും പ്രതിഷേധവും വരച്ചുകാട്ടിയ MTയുടെ തന്നെ അസുരവിത്ത്. ലാസ്റ്റ് വൺ ഒരു മനോഹര ഗ്രാമത്തിൻ്റെയും ശ്രീധരൻ്റെയും ഓർമ്മകളിലൂടെ ഒരു നാടിൻ്റെ മുഴുവൻ സംസ്കാരവും ജീവിതവും പറയുന്ന ജ്ഞാനപീഠം നേടിയ SK പൊറ്റക്കാടിൻ്റെ അതിമനോഹരമായ ഒരു ദേശത്തിൻ്റെ കഥ. അപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ എന്നെയും ഒരുപാട് സ്വാധീനിച്ച പുസ്തകങ്ങളാണ് കേട്ടോ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പുസ്തകങ്ങൾ സിംഗിളായിട്ടും കോംബോ ആയിട്ടും വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ.